ജൂനിയർ ഡോക്ടർമാരുടെ പ്രതിഷേധത്തിനിടെ രാജ്യസന്നദ്ധ അറിയിച്ച പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉന്നത പദവിയിൽ മതിമറന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് രാജിവെക്കുവാൻ തയ്യാറാണെന്നും മമത പറഞ്ഞു. സെക്രട്ടേറിയറ്റിൽ ജൂനിയർ ഡോക്ടർമാരുമായുള്ള കൂടിക്കാഴ്ചയിൽ ഡോക്ടർമാർ പങ്കെടുക്കാതിരുന്നതിന് പിന്നാലെയാണ് മമതയുടെ പ്രതികരണം. ജൂനിയർ ഡോക്ടർമാരുമായി കൂടിക്കാഴ്ചയ്ക്ക് 2 മണിക്കൂറോളം കാത്തുനിന്നതിന് പിന്നാലെയാണ് ബംഗാൾ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ ഇങ്ങനെ പ്രതികരിച്ചത്. കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്ന ജൂനിയർ ഡോക്ടർമാരോട് മമത രൂക്ഷമായി പ്രതികരിച്ചു. ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്. ആർജിക്കർ ആശുപത്രിയിൽ കൊല ചെയ്യപ്പെട്ട ഡോക്ടർക്ക് നീതി ലഭിക്കുക തന്നെയാണ് എന്റെയും ആവശ്യമെന്നും മമത പറഞ്ഞു. കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന ഡോക്ടർമാരുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചെങ്കിലും തത്സമയ സംപ്രേഷണം വേണമെന്ന ആവശ്യം നിരാകരിച്ചു. 15-ൽ കൂടുതൽ ആളുകൾ ചർച്ചയിൽ പങ്കെടുക്കരുതെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. 2 മണിക്കൂറോളം കൂടിക്കാഴ്ചയ്ക്കായി കാത്തുനിന്നു. പക്ഷേ അവർ സ്ഥലത്തെത്തിയില്ല. ആർജിക്കർ ആശുപത്രിയിലെ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസ് കോടതിയുടെ പരിഗണനയിലാണ്. അതിനാൽ ഡോക്ടർമാർ ആവശ്യപ്പെട്ടതുപോലെ തത്സമയം സംപ്രേഷണം ചെയ്യാനാവില്ലെന്നും മമത പറഞ്ഞു. അതേസമയം പ്രതിഷേധം തണുപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ കൂടി ഭാഗമായി ബലാത്സംഗ കേസ് പ്രതികൾക്ക് വേഗത്തിൽ ശിക്ഷ ഉറപ്പാക്കാനുള്ള നിയമ ഭേദഗതി നേരത്തെ ബംഗാൾ സർക്കാർ പാസാക്കിയിരുന്നു. അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ 2024 സെപ്റ്റംബർ 3 നിയമസഭയിൽ അവതരിപ്പിച്ച് മമത സർക്കാർ പാസാക്കിയെടുത്തിരുന്നു. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചാണ് അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ 2024 പാസാക്കിയത്. ബലാത്സംഗ കേസ് പ്രതികൾക്ക് ജീവപര്യന്തം തടവു ശിക്ഷയും ഇര കൊല്ലപ്പെട്ടാൽ വധശിക്ഷയും ഉറപ്പാക്കുന്നതാണ് നിയമ ഭേദഗതി. ബിൽ പാസാക്കി ഗവർണർക്ക് അയച്ചു നൽകിയിട്ടുണ്ട്. ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ രാജ്ഭവന് മുന്നിൽ സമരമിരിക്കുമെന്നടക്കം മമത നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്.